കാറ്റത്ത് ഒരു തിരിനാളം അണഞ്ഞു പോകുന്നത് പോലെ മരിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്നെഴുതിയ MT ഒരു തിരിനാളം പോലെ അണയും വരെ അക്ഷരങ്ങൾ കൊണ്ട് പ്രകാശം നൽകിയ MT വാസുദേവൻ നായർക്ക് മലയാളം വിട ചൊല്ലുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ MTയെ അനുസ്മരിച്ചു. മലയാള സാഹിത്യത്തിന്റെ പെരുന്തച്ഛനെ അവസാനമായി കാണാൻ നടക്കാവ് കൊട്ടാരം റോഡിലെ സിത്താരയിലേക്ക് കേരളമാകെ ഒഴുകിയെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ പ്രിയപ്പെട്ട സാഹിത്യകാരന് അന്തിമോപചാരം അർപ്പിക്കാൻ രാവിലെ തന്നെ എത്തി. നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിക്കാട്ടാൻ MT ചെയ്ത സേവനം മറക്കാവുന്നതല്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചത്. ഇത് കേരളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമാണ്. ഒരു ജനതയാകെ മാതൃഭാഷ എങ്ങനെ എഴുതണം, എങ്ങനെ പറയണമെന്ന് ഒരു പേനയുടെ ബലം കൊണ്ട് നിർണ്ണയിക്കാൻ കഴിഞ്ഞ മനുഷ്യൻ. ചവിട്ടി നിൽക്കുന്ന മണ്ണിനെയും ചുറ്റുമുള്ള മനുഷ്യരെയും പ്രകൃതിയെയും ആദരവോടെയും ആഹ്ലാദത്തോടെയും നോക്കിക്കാണാൻ അദ്ദേഹം മലയാളിയെ പഠിപ്പിച്ചുവെന്ന് VD സതീശൻ. മലയാളത്തിൻ്റെ മണ്ണിൽ പിറന്ന് വിശ്വവിജയിയായ കേരളപുത്രനാണ് MT. അങ്ങനെ ഒരു ബഹുമതി അവകാശപ്പെടാൻ MTക്ക് മാത്രമേ കഴിയൂ എന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. വിശ്വവിജയിയായി ഒരു മേഖലയിലല്ല ഒട്ടേറെ മേഖലകളിൽ മാറിയ മഹാനായ കേരളപുത്രനാണ്. മലയാള സാഹിത്യത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ സാഹിത്യകാരൻ, ഇന്ത്യക്ക് പുറത്തും അറിയപ്പെട്ട മഹാനായ എഴുത്തുകാരനായിരുന്നു MT എന്നും CPIM ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്. A person who made an epochal contribution to Malayalam literature. മലയാളമുള്ള കാലത്തോളം MT എന്ന പേരും നിലനിൽക്കുമെന്ന് രമേശ് ചെന്നിത്തല. MTക്ക് പകരം MT മാത്രമേ ഉള്ളൂ. മലയാളത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തിയ വിശ്വസാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. MTയുടെ രചനകൾ സമൂഹത്തെ ചിട്ടപ്പെടുത്താൻ സഹായിച്ചെന്ന് മുൻ മന്ത്രി KK ശൈലജ. MT ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നില്ല. പക്ഷേ MTയുടെ മനസ്സെന്തായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളിലൂടെയും എഴുത്തിലൂടെയും നമുക്ക് ബോധ്യമായിട്ടുണ്ട്. പ്രഥമ സ്ഥാനം മനുഷ്യനാണ്, മനുഷ്യസ്നേഹത്തിനാണ്, മനുഷ്യൻ്റെ കൂട്ടായ്മക്കാണ്. MT ചരിത്രത്തിൻ്റെ ഭാഗമായാണ് മടങ്ങുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ജീവിതത്തിലൊരു രണ്ടാം ഊഴമില്ലെങ്കിലും അദ്ദേഹം ഭൂമിയുള്ളിടത്തോളം, മലയാളം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കപ്പെടും, ഓർമ്മിക്കപ്പെടും. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് MT തിരിച്ചു പോകുന്നത്. MT ഏത് കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വായന തുടങ്ങിയ കാലം തൊട്ട് വായിച്ച് തുടങ്ങിയത് MTയുടെ രചനകളാണ്. ഓരോ കഥാപാത്രവും നമ്മുടെ മനസ്സിൽ ജീവിക്കും. ഓരോ കഥാപാത്രങ്ങളുടെ ജീവിതവും സത്യത്തിൽ ഒരു വലിയ സന്ദേശമായിരുന്നു, ഉപദേശമായിരുന്നു, നന്മയുടെ ഉപദേശമായിരുന്നു. അണഞ്ഞത് മലയാള സാഹിത്യത്തിൽ വെളിച്ചം പകർന്ന വിളക്കാണെന്ന് മന്ത്രി സജി ചെറിയാൻ. എല്ലാം കൊണ്ടും ഒരു സർവകലാ വല്ലഭനായിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളെ സംബന്ധിച്ച് തീരാ നഷ്ടമാണ്. MTയുടെ വിയോഗം മലയാള സാഹിത്യത്തിനും കേരളത്തിനും നികത്താനാകാത്ത വിടവെന്നാണ് മന്ത്രി റിയാസ് അനുസ്മരിച്ചത്. ഏത് കാലഘട്ടത്തിലും നമുക്ക് പിന്തുടരാവുന്ന എഴുത്തുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മരണമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്ക് മരണമില്ല, അദ്ദേഹം ഉയർത്തിയ സന്ദേശങ്ങൾക്ക് മരണമില്ല. ഇടതുപക്ഷത്തിനെതിരെ കടന്നാക്രമണം നടന്നപ്പോൾ വ്യതിരിക്തമായ നിലപാടാണ് MT സ്വീകരിച്ചതെന്നും CPIMന്റെ പ്രാധാന്യത്തെപ്പറ്റി MT എടുത്തു പറഞ്ഞുവെന്നും MV ഗോവിന്ദൻ. മലയാളത്തിന് ഇത്രയേറെ നഷ്ടം സംഭവിച്ച ഒരു മരണം താരതമ്യം ചെയ്ത് പറയാൻ ഇല്ല എന്നുള്ളതാണ് സത്യം. MT സാമൂഹിക വിമർശകനായ സാമൂഹിക നായകനായിരുന്നു. പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയക്കാരനല്ലെങ്കിലും കൃത്യമായ രാഷ്ട്രീയം MTക്ക് ഉണ്ടായിരുന്നുവെന്നും ബിനോയ് വിശ്വം. സാമൂഹിക വിമർശകനായ അർത്ഥവത്തായിട്ടുള്ള സമൂഹ വ്യാഖ്യാനത്തിൻ്റെ എല്ലാ പാഠങ്ങളെയും സ്വായത്തമാക്കിയ വ്യാഖ്യാതാവാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയങ്കരനായ വ്യക്തിത്വമായിരുന്നു MT എന്നും അനശ്വരനായ MTക്ക് മരണമില്ലെന്നും ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. അതൊരു നക്ഷത്രമായിരുന്നു. നക്ഷത്രം എന്ന് പറയുന്നത് വഴികാട്ടിയാണ്. നമ്മളെ
മൂല്യങ്ങളിലേക്ക്, കലയിലേക്ക്, സാഹിത്യത്തിലേക്ക്, നല്ല ജീവിതത്തിലേക്കൊക്കെ വഴി കാണിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മളുടെ MT വാസുദേവൻ നായർ. മനുഷ്യന്റെ വികാരം, വേദന, ആശങ്ക, പ്രതീക്ഷ എന്നിവയെല്ലാം MTയുടെ വരികളിലൂടെ ഹൃദയത്തേക്ക് ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞു. ആ അക്ഷരങ്ങൾ കാലാതീതമായി നിലനിൽക്കുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മലയാളം, മലയാളിത്തം, മനുഷ്യത്വം, നമ്മുടെ ചരിത്രം, സംസ്കാരം എന്നിവയുടെ കാവൽക്കാരനായിരുന്നു MT വാസുദേവൻ നായരെന്ന് മുസ്ലിം ലീഗ് നേതാവും MP-യുമായ അബ്ദുൽ സമദ് സമദാനിയും അനുസ്മരിച്ചു. ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, റോഡുകളിൽ വാഹനഗതാഗതം തടസ്സപ്പെടുത്തരുത് എന്ന് കർശനമായി പറഞ്ഞ MTയെ അവസാനമായി ഒരു നോക്കുകാണാൻ അദ്ദേഹത്തിൻ്റെ വീട് എക്കാലത്തെയും എന്ന പോലെ സന്ദർശകർക്കായി തുറന്നുകിടന്നു. മാവൂർ റോഡിലെ പൊതുശ്മശാനം സ്മൃതിപഥം എന്ന് പേരിട്ട് പുതുക്കിപ്പണിത് ദിവസങ്ങളെയായിട്ടുള്ളൂ. സ്മൃതിപഥത്തിലേക്ക് ആദ്യത്തെ വിലാപയാത്ര MTയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ളതാകുമെന്നത് കാലത്തിൻ്റെ നിയതി മാത്രം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.